എനിക്ക് ഇൻസ്പിറേഷൻ, റോൾ മോഡൽ, എന്റെ ഐഡിയൽ ബിസിനസ് വുമൻ അത് മേഡമാണ്. മേഡത്തിനെ പോലെ സക്സസ് ആവണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. യുഎസിൽ തന്നെ എന്റെ കരിയർ ബിൽഡ് ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. രാജ്കോട്ടി സിൽക്സിനുള്ള പെരുമയെപ്പറ്റി എനിക്ക് നന്നായി അറിയാം. മലയാളികളുടെ ഐഡന്റിറ്റിക്ക് പുട്ടും കടലമുട്ടായും എങ്ങനെയാണോ അങ്ങനെയാണ് രാജ്കോട്ടി സിൽക്സ്. അത് കടലമുട്ടായി അല്ല മോളെ, പുട്ടും കടലക്കറിയുവാ. അത് തന്നെയാ സാർ. നമ്മുടെ പാരമ്പര്യത്തിന് തന്നെ പേരുകേട്ട RK സിൽക്സിന്റെ ഒരു ബ്രാഞ്ച് യുഎസിലും ഓപ്പൺ ചെയ്യുവാണെങ്കിൽ അത് വളരെ നന്നായിരിക്കും. ഈ രാജ്കോട്ടി സിൽക്സ് ഇന്ത്യയിൽ നിന്നും ഇന്റർനാഷണൽ ലെവലിൽ വ്യാപിച്ചു കഴിഞ്ഞാൽ വരാനിരിക്കുന്ന രാജ്കോട്ടി സിൽക്സിന്റെ 25ാം വാർഷികത്തിന് അത് വലിയൊരു സക്സസ് ആയി തീരുമെന്നാണ് എന്റെ അഭിപ്രായം. വാട്ട് ആൻ ഐഡിയ! രാജ്കോട്ടി സിൽക്സ് യുഎസിലാ. നമുക്ക് ഇങ്ങനെ ഒരു ഐഡിയ ഇതുവരെ വന്നില്ലല്ലോ. സബാഷ്. അത് ആരുടെ ആണെങ്കിലും ഐഡിയ നല്ലതാണെങ്കിൽ പ്രോത്സാഹിപ്പിക്കണമെന്ന് അമ്മ തന്നെയല്ലേ പറഞ്ഞിരിക്കുന്നേ. കുട്ടിയുടെ ഐഡിയ എന്തായാലും കൊള്ളാം. പക്ഷെ എന്താന്ന് വെച്ചാ മിസ് സമീറ, സമീറ. ഓക്കെ സമീറ, തന്റെ ഐഡിയ വളരെ നന്നായിട്ടുണ്ട്. നമ്മുടെ സംസ്കാരത്തെ, നമ്മുടെ പാരമ്പര്യ മൂല്യത്തെ വിദേശ രാജ്യങ്ങളിൽ കൂടി പരിചയപ്പെടുത്തണമെന്നുള്ള നിന്റെ ആഗ്രഹം വളരെ നല്ലതാണ്. താങ്ക് യു മാം. രാജ്കോട്ടി സിൽക്സ് ബ്രാഞ്ച് യുഎസിൽ സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ള നിന്റെ തോട്ടും നന്നായിട്ടുണ്ട്. എന്നാ ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ രണ്ടാളും ചേർന്ന് ആ പ്രോജക്റ്റ് ചെയ്തോളൂ. അത് കണ്ടിട്ട് ഓക്കെ ആണെങ്കിൽ നമുക്ക് പ്രൊസീഡ് ചെയ്യാം. തീർച്ചയായും മാഡത്തിന് ഇഷ്ടമാകും, ഉറപ്പ്. ഐ മീൻ എന്റെ ഐഡിയാസ് മാഡത്തിന് ഇഷ്ടാകുമെന്നാ ഉദ്ദേശിച്ചേ. അമ്മ, എനിക്കിവര് ആരാ എന്താന്ന് പോലും അറിയാതെ ഇവരോടൊപ്പം എന്നോട് വർക്ക് ചെയ്യാൻ പറഞ്ഞ ചെറിയൊരു ഷേക്ക് ഹാൻഡ് മതി എല്ലാവരെയും പരിചയപ്പെടാൻ. ഹായ്, ഐ എം സമീറ. ദർശൻ. ഇപ്പൊ പരിചയപ്പെട്ടല്ലോ, ഇനി നിങ്ങൾക്ക് ചേർന്ന് വർക്ക് ചെയ്യാം. എന്തു പറ്റി മോനെ? ഒന്നുമില്ല അമ്മ. ഓക്കെ മാഡം, താങ്ക് യു. താങ്ക് യു ഓൾ. സമീറ, അമ്മ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ലേ? ആ കോൺസെപ്റ്റ് എങ്ങനെ ഡിസൈൻ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. അതെങ്ങനെ? പുട്ടും കടലമുട്ടായിയോ? എനിക്കെന്തറിയാം, നിന്റെ മമ്മിയെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി മലയാളിയെയും RK സിൽക്സിനെയും കമ്പയർ ചെയ്ത് എന്തേലും ഒരു കോട്ട് പറയണമെന്ന് വിചാരിച്ചു. എന്തു തന്നെയായാലും നമ്മുടെ ഫസ്റ്റ് അറ്റംപ്റ്റ് സക്സസ് ആയി. വരാൻ പോകുന്ന ഇവന്റില് നമ്മൾ രണ്ടുപേരും ചേർന്ന് നല്ല കോൺസെപ്റ്റ് റെഡിയാക്കി അമ്മയൊന്ന് ഇംപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം ഓക്കെ. ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നാ പറയാ. എന്റെ അമ്മയ്ക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമായെന്ന് എനിക്കിപ്പോ തോന്നുന്നേ. സമീർ എന്ന് വിചാരിച്ച ആരെയും വീഴ്ത്താൻ പറ്റും. അങ്ങനെയാണോ? ശരി മാഡം, എന്നാ പോവാം.
വലിയൊരു കടയാണല്ലോ ഇത്. ആ നിങ്ങളുടെ മൂത്ത മോൾക്കേ ഈ കടയൊക്കെ ചെറുതാ. വാ പോവാം. ചേച്ചി നിക്ക്. എന്തു പറ്റി? അമ്മയും അച്ഛനും ഒന്ന് വന്നോട്ടെ. എന്തിനു മോൾ ഇത്രയും വലിയ കടയിലേക്ക് കൂട്ടിയിട്ട് വന്നേ? എനിക്ക് നിങ്ങളീ നോക്കാൻ പോകുന്നത് ഒരു വലിയ ബന്ധമല്ല അച്ഛാ. റോഡ് സൈഡിൽ വിൽക്കണ തുണി വാങ്ങാൻ പറ്റില്ലല്ലോ. ഓ തുടങ്ങിയോ നിന്റെ വേഷം കെട്ട്? അച്ഛൻ എനിക്ക് നാളെ തൊട്ട് വിവാഹം ആലോചിക്കാൻ പോവാ എന്നല്ലേ പറഞ്ഞത്. ശരണ്യ നീ വായോ. നിങ്ങൾ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ? കയ്യിലിപ്പോ എത്ര കാശ് കൊണ്ടുവന്നിട്ടുണ്ട്? 20,000 രൂപയുള്ളൂ. രണ്ടുപേർക്കും തുല്യമായിട്ടത് കൊടുത്തോ. അനന്യക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടെന്ന് വെച്ചേ അവൾക്ക് കൂടുതൽ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ സമയമായിട്ട് തന്നെ അവർക്ക് കൊടുക്കുള്ളൂ. പക്ഷെ അവര് സമയമായിട്ട് ഉപയോഗിക്കില്ലെന്ന് ആർക്കറിയാം. നീ കൂടുതൽ ആലോചിക്കണ്ട, നടക്കേ. എന്താടി നിന്നെന്താ എല്ലാവരും ഇങ്ങനെ നോക്കുന്നേ? അത് ഈ ഷോപ്പിൽ ഞാനൊരു റെഗുലർ കസ്റ്റമർ അല്ലേ അമ്മേ. എപ്പോഴും ശരണി മാത്രല്ലേ കൂട്ടിട്ട് വരാറുള്ളൂ. ഇപ്പൊ ഫാമിലിയും മൊത്തം കൂട്ടിട്ട് വന്നിരിക്കല്ലേ. ഹലോ ഹായ്. മാഡം ആ കൗണ്ടറിലേക്ക് പോവും. ആ കൗണ്ടറിലേക്ക് ഒന്ന് പോവോ? നമസ്കാരം. അവിടേക്ക് പോക്കോളൂ. മാഡം നിങ്ങളുടെ കാല് പിടിക്കാം. അടുത്ത കൗണ്ടറിലേക്ക് ഒന്ന് പോവും മാഡം. മാഡം അപ്പുറത്തെ കൗണ്ടറിലേക്ക് പോകും മാഡം. അപ്പുറത്തൊരു കൗണ്ടറും ഇല്ല. ഞാൻ ഇവിടെ തന്നെ ഇരിക്കാൻ പോവാ. നിങ്ങളെടുത്ത് കാണിച്ചേ. എടുക്ക്. അല്ല എടുക്കാനല്ലേ പറഞ്ഞത്. അതെ ചേട്ടാ, സാധാരണ നമ്മളൊരു കടയ്ക്ക് പോകുമ്പോ എന്താ വേണ്ടേ, ഇങ്ങോട്ട് വരൂ എന്ന് പറയും. പക്ഷെ ഇവരെന്താ നമ്മുടെ മോളെ കണ്ട ഉടനെ അങ്ങോട്ട് പോവെന്ന് പറയുന്നത്? നിന്റെ മോൾ അങ്ങനത്തെ ആളായതുകൊണ്ടാ. ഒരു ടവല് വാങ്ങാനെങ്ങാനും വന്നിട്ട് ഇവരെ മുന്നേ വെറുപ്പിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാ. എന്റെ ബഡ്ജറ്റ് 20,000 രൂപയാ. രണ്ടാൾക്കും 10 വെച്ചിട്ട്. അതിന് പറ്റിയതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ വാങ്ങിച്ചോ. ഫ്രണ്ട്സ്, എന്നെ കണ്ട ഉടനെ തന്നെ നിങ്ങൾ തന്ന വരവേൽപ്പിന് നന്ദിയുണ്ട്. ഇപ്പൊ നമുക്ക് തുടങ്ങിയാലോ? ഇത് നന്നായിട്ടില്ലല്ലേ? അതെടുത്തേ. കളർ ഡൾ ആയിട്ടുണ്ട്. താഴെ അതെടുത്തു തരുമോ? ഈ സാരി നോക്കൂ മാഡം. ആ വേണ്ട, ഈ കളറൊന്നും വേണ്ട. അതെടുത്തേ. അതെ ചേട്ടാ, ഞാനും ഒരു സാരി വാങ്ങിച്ചോട്ടെ. അതെ, കല്യാണം ആലോചിക്കാൻ പോകുന്നത് അനന്യയ്ക്കാ, അല്ലാതെ നിനക്കല്ല. ഈ സാരിക്ക് എത്രയാ? അതിന് 8,000 മാഡം. അല്ല അതെടുത്തേ. ഇതിന് 10,000 ആണോ? അതെ മാഡം, നിങ്ങൾക്കത് വളരെ നന്നായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ. ഇതൊന്ന് മാറ്റി വെക്കണേ. മാഡം ഇത് വളരെ നന്നായിട്ടുണ്ട്. 10,000 രൂപയുള്ളൂ. നിങ്ങളുടെ ബഡ്ജറ്റിന് കറക്റ്റാ. ഈ സാരിക്ക് എത്രയാ? 9,000 മാഡം. ഇതും വേണ്ട, ആ മേലത്തെടുത്തേ. ഇത് 13,000 മാഡം. സോ വാട്ട്? 13,000 എന്ന് വെച്ചാ 20 - 13. അപ്പോ 7,000 ബഡ്ജറ്റിൽ കാണിക്കൂ. മോളെ ശരണ്യെ, ഈ സാരിയൊക്കെ നല്ലത് തന്നെയല്ലേ? പിന്നെ നീ എന്തിനീ റേറ്റ് ഒക്കെ കുറച്ച് ചോദിക്കുന്നേ? സാരീസ് ഒക്കെ നന്നായിട്ടുണ്ടമ്മേ. പക്ഷേ നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങില്ലല്ലോ. 10,000 രൂപ നിനക്ക് കൂടി തന്നിട്ടുണ്ടല്ലോ. ഇത് ഓക്കെ. ഈ സാരിക്ക് 15,000 രൂപ മാഡം. ഓക്കെ, 15,000 ആയാലും ഒരു കുഴപ്പമില്ല. 5,000 കാണിക്കോ? എടി, അവള് ബഡ്ജറ്റ് കൂട്ടി കൊണ്ടുവരുന്ന നേരത്ത് നീ എന്തിനാ പറഞ്ഞ് കുറയ്ക്കാൻ നിൽക്കുന്നേ? അവളെ ഞാൻ എന്താ ചെയ്യാൻ നോക്ക്. നിക്കമ്മേ, നമ്മൾ ഷോപ്പിങ്ങിന് വന്നത് തന്നെ ചേച്ചിക്ക് വേണ്ടിയല്ലേ. ചേച്ചി വാങ്ങിക്കോട്ടെ.
മാഡം ഈ 5000 രൂപയുടെ സാരി പാക്ക് ചെയ്യട്ടെ? എന്റെ ചേച്ചിയുടെ ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് നമുക്ക് ഫൈനലൈസ് ചെയ്യാം. ഇത് ഓക്കെ, ഇത് തന്നെ പാക്ക് ചെയ്തോളൂ. ഓക്കെ മാഡം. ഒരു മിനിറ്റ് ശരണ്യ, ഈ സാരി എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട് ചേച്ചി. ചേച്ചിക്ക് സൂപ്പർ ആയിട്ട് ചേരും. അച്ഛാ അങ്ങോട്ട് നോക്കിയേ, കൊള്ളാലേ അച്ഛാ? അമ്മ ഇത് എങ്ങനെയുണ്ട്? എന്താടി നീ ഒന്നും വാങ്ങിയില്ലേ? നീ എന്തായാലും വാങ്ങിയില്ല മോളെ. മോൾ കൊടുത്തിട്ട് കാണിക്കേ, അവള് പതുക്കെ നോക്കിക്കോളും. ഓക്കെ. അതെ, അവൾക്ക് 10000 രൂപ ബഡ്ജറ്റ് കൊടുത്താ അവള് 15000 ചെലവ് ചെയ്യാൻ നിൽക്കുക. അതിനൊന്നും ചോദിക്കാല്ലേ നിനക്ക്? ദൈവം നിനക്ക് ഒരു വായ തന്നിട്ടില്ലേ? നീ എന്താ അവളോട് ചോദിക്കാഞ്ഞേ? ചോദിക്കല്ല, ഞാൻ നല്ലത് പറഞ്ഞേനെ. കണ്ടില്ലേ, ഇവളുടെ മോൻ കണ്ടിട്ടാ ഒന്നും പറയാതിരുന്നത്. ഞാനും സെയിം ഫേസ് കണ്ടിട്ടാ മിണ്ടാതിരിക്കുന്നത്. മാനേജർ, മാഡം ഇത് ആരാ ഇവിടെ കൊണ്ടുവന്ന് വെച്ചത്? അത് മാഡം ഡ്രസ് നല്ല ഭംഗിയുണ്ടല്ലേ ആനന്ദ? അല്ല, അത് നമ്മുടെ ദർശൻ. ദർശൻ, ദർശൻ, എന്താ അമ്മ? ഇത് ഫെസ്റ്റിവൽ സമയമല്ലേ? കാഞ്ചീപുരം, ബനാറസ് പോലുള്ള പട്ടുസാരികൾ ചുറ്റി വേണം മാനിക്യൂരിനെ വെക്കാൻ. എന്താ ഇത്? മാഡം ആ ഡ്രസ്സ് സാറ് തന്നെയാ ഡിസൈൻ ചെയ്തത്. അതെയോ? ഇപ്പൊ കല്യാണ സീസണും മറ്റുമൊക്കെ തുടങ്ങിയിരിക്കുമല്ലേ മോനെ? ഷോപ്പിലേക്ക് വരുന്ന നമ്മുടെ കസ്റ്റമേഴ്സിന് ആദ്യം ട്രഡീഷണൽ ലുക്കിലുള്ള വെറൈറ്റീസ് ആണ് കാണേണ്ടത്. ഇത് ഇവിടുന്ന് എടുത്ത് മാറ്റണേ. ചെന്നൈയിൽ നിന്ന് പുതിയ പട്ടുസാരികളുടെയൊക്കെ പുതിയ വെറൈറ്റി എത്തിയിട്ടില്ലേ? ആ വന്നിട്ടുണ്ട് മാഡം. ആ പട്ടുസാരി ഉടുപ്പിച്ച് മാനിക്യൂരിനെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയാൽ മതി. അതേ മോനെ ദർശൻ, ഫെസ്റ്റിവൽ സീസൺ ആയതുകൊണ്ടേ അങ്ങനെ ചെയ്യുന്നതാ നല്ലത്. ആനന്ദ് പറഞ്ഞതാ കറക്റ്റ്. പറഞ്ഞത് കേട്ടില്ലേ? ഇത് ഇവിടുന്ന് എടുത്ത് മാറ്റാൻ. അമ്മേ, സെക്കൻഡ് ഫ്ലോറിലേക്ക് പോയാലോ? അവിടെ എന്തെങ്കിലും ഉണ്ടോന്ന് നോക്കാം. ഇവിടെ ഇരിക്കുന്ന പോരാഞ്ഞിട്ടാണോ? അതെ മോളെ, നീ സെലക്ട് ചെയ്യുമ്പോഴേക്കും അനന്യയുടെ കണ്ണിൽ എന്തെങ്കിലും കണ്ടുപോയാൽ ബാക്കി പൈസ കൊണ്ട് എന്തെങ്കിലും വാങ്ങിക്കോ അവള്. വേഗം നിനക്ക് ഇഷ്ടപ്പെട്ടത് എടുത്തോ, അല്ലെങ്കിൽ അവളിപ്പോ വരും. ശരി അമ്മേ, ഞാൻ വേറെ കൗണ്ടറിൽ പോയി നോക്കാം. എന്നെ കൊണ്ട് അമ്മയെ മറ്റെന്തൊരു കാര്യത്തിൽ വേണമെങ്കിലും ഇംപ്രസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതൊരു മോഡേൺ ഡ്രസ്സാണെന്ന് പറഞ്ഞ ഉടനെ ഡോണ്ട് ഗെറ്റ് ഇമോഷണൽ. ട്രഡീഷണലിലൊക്കെ അഭിമാനിക്കുന്നത് വളരെ നല്ലതാ. എന്ന് വെച്ച് ഇങ്ങനെയൊക്കെ കാണിക്കണോ? നീ എന്തായി പറഞ്ഞ്? ഒന്നുകൂടെ പറഞ്ഞ്. നീ തന്നെ ഡിസൈൻ ചെയ്ത ഡ്രസ്സാന്ന് പറഞ്ഞിട്ട് പോലും അതുപോലും കേൾക്കാതെ അതെടുത്ത് മാറ്റി വേറെ വെക്കാൻ പറയുന്ന. സ്റ്റോപ്പ് ഇറ്റ് സമീറ.
ഈ കാണുന്നതൊക്കെ എൻ്റെ അമ്മയുടെ അധ്വാന. ഈ ഷോപ്പിനൊരു പേരില്ലേ, അത് അമ്മയ്ക്ക് സ്വന്തം. ഇവിടെ എൻ്റെ അമ്മ എന്ത് പറയുന്നു അത് മാത്രമേ നടക്കൂ. എൻ്റെ അമ്മ എന്ത് പറയുന്നു അത് മാത്രമേ ഞാനും ചെയ്യൂ. എൻ്റെ അമ്മ അങ്ങനെ പറഞ്ഞതുകൊണ്ട് എനിക്കത് ഫീൽ ചെയ്തിട്ടൊന്നുമില്ല. എന്നാൽ നീ എൻ്റെ അമ്മയെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും എനിക്ക് ഫീൽ ചെയ്യും. ഇനി അറിയാതെ പോലും അമ്മയെക്കുറിച്ചൊന്നും പറയരുത്. അമ്മേ, അച്ഛാ, എന്താ നിങ്ങള് എന്നെ ഇവിടെ തനിച്ചു വിട്ട് നിങ്ങൾ ഇവിടെ വന്ന് നിൽക്കുന്നേ? നിന്നെ തനിച്ചാക്കിയിട്ട് വന്നതല്ല മോളെ. രക്ഷപ്പെട്ടും കൊണ്ട് ഓടി വന്നതാ. അല്ല, ശരണ്യ ഇപ്പൊ ഇവിടെ പോയി? 20,000 രൂപയുടെ ബഡ്ജറ്റില് 15,000 രൂപ നീ തന്നെ തീർത്തില്ലേ? ബാക്കിയുള്ള 5,000 രൂപയ്ക്ക് എന്തെങ്കിലും കിട്ടുമോ നോക്കാൻ വേണ്ടി അവൾ അങ്ങോട്ട് പോയിരിക്കുക. ഓ അതെയോ. ആഹാ, ഇവിടെയുള്ള സാരി കളക്ഷൻ നന്നായിട്ടുണ്ടല്ലോ. ആ അതെ അതെ, നിക്ക്. നിന്റെ ആഗ്രഹം നടക്കണമെങ്കിൽ എന്റെ സ്വത്ത് മുഴുവൻ വെക്കേണ്ടി വരും. വെറുതെ നോക്കുന്നതിന് പൈസ ഒന്നും കൊടുക്കണ്ട അച്ഛാ. എന്തിനാ ഇപ്പൊ പേടിക്കുന്നേ? ഞാൻ നോക്കട്ടെ. അല്ല അത് നിക്ക്, ഞാൻ ഇതൊന്ന് നോക്കട്ടെ. ഈ ഡ്രസ് നന്നായിട്ടുണ്ട്. ഈ കളർ എനിക്ക് നന്നായി ചേരും. അമ്മേ, 25,000 രൂപയോ? അത് മാത്രം ശരിയായില്ല. മാഡം, നിങ്ങളെന്താ ഡ്രസ്സ് വെറുതെ നോക്കിയിട്ട് പോന്നേ? അത് ഇഷ്ടമായില്ലേ? ഡ്രസ്സൊക്കെ ഇഷ്ടായി, പക്ഷേ റേറ്റ് ഇഷ്ടായില്ല. ഈ ഡ്രസ്സ് നിങ്ങൾക്ക് നന്നായിട്ടുണ്ടാവും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്തിന്? എന്തായാലും വാങ്ങുന്നില്ലല്ലോ. ട്രയൽ നോക്കുന്നതിന് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ മാഡം. അങ്ങനെയാണോ? എന്നാ ഒരു വട്ടം ട്രൈ ചെയ്ത് നോക്കാം. മാഡം, എന്താ കപില? ആ പെൺകുട്ടിയുടെ ഫോൺ നമ്പറും അഡ്രസ്സും കിട്ടിയിട്ടുണ്ട് മാഡം. ഏത് പെൺകുട്ടി? ഓർമ്മയില്ലേ മാഡം, അന്ന് ശ്രീശൈലം ട്രക്കിംഗ് കോമ്പറ്റീഷനിൽ വെച്ച് ഒരു ജീവൻ രക്ഷിച്ച കുട്ടിക്ക് പ്രൈസ് കൊടുക്കാന്ന് പറഞ്ഞപ്പോ എന്റെ ചേച്ചിയുടെ വിജയത്തിലാണ് എന്റെ സന്തോഷം ഇരിക്കുന്നതെന്ന് പറഞ്ഞില്ലേ? ആ പെൺകുട്ടി മാഡം. ആ കുട്ടിയോ? വേഗം കോളേ. എങ്ങ് തരൂ, ഞാൻ സംസാരിക്കാം. ഇതാ മാഡം. എന്ത് പറ്റി മാഡം? ഫോൺ എടുക്കുന്നില്ലേ? സിഗ്നൽ കിട്ടുന്നില്ല കപില. ദർശൻ, കഴിഞ്ഞതൊന്നും നീ മനസ്സിൽ വെക്കണ്ട. നിന്റെ അമ്മയുടെ ഐഡിയ അമ്മയ്ക്ക്, നമ്മുടെ ടേസ്റ്റ് നമുക്ക്. നമ്മൾ എത്ര പെട്ടെന്ന് US പുതിയ ബ്രാഞ്ച് ഓപ്പൺ ചെയ്യുന്നോ അത്രയും നേരത്തെ നമുക്ക് ഈ നാട് വിട്ടു പോവാലോ. ആദ്യം നീ അതിനെപ്പറ്റി ആലോചിക്കാം. ഓക്കെ? കമോൺ ദർശ്, വർക്ക് തുടങ്ങിയാലേ നമ്മുടെ മൂഡ് ചേഞ്ച് ആവൂ. ലെറ്റ്സ് ഗോ.